കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കൊല്ലം അലയമൺ പഞ്ചായത്തിലെ ചെണ്ണപ്പെട്ട വനത്തുമുക്ക് സ്വദേശി കലേന്ദ്രന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 2023 ഡിസംബർ 16 കലേന്ദ്രനെ കാണാതായി എന്ന് കാട്ടി ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ 2.5 വർഷം പിന്നിടുമ്പോൾ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കലേന്ദ്രനെ കണ്ടെത്തുന്നതിനോ എന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയോ എന്നതടക്കം കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തും അല്ലാതെയും പോലീസ് ചോദ്യം ചെയ്തു. കേരളത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ഏരൂർ പഞ്ചായത്തിലെ നീരാറ്റുതടത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പന്നി ഫാമിൽ പോലീസ്, ഫയർഫോഴ്സ് സംഘം സംയുക്തമായ പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം നീരാറ്റുതടത്തിലെ പന്നി ഫാമിൽ എത്തിയിരുന്നതായും പിന്നീടാണ് കലേന്ദ്രനെ കാണാതായതെന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഫാമിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പക്ഷേ യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ ഉൾപ്പെടുന്ന സംഘം പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ബന്ധുക്കൾ അന്ന് ഉന്നയിച്ചത്. ഇതിനോടൊപ്പം തന്നെ ബന്ധുക്കൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് കേസ് ഇപ്പോൾ കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. കലേന്ദ്രനെ കാണാതായ ദിവസം കൂട്ടുകാരുമൊത്ത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിക്കുകയും പിന്നീട് അടിപിടി ഉണ്ടായതായും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞിരുന്നു. അടിപിടിക്ക് ശേഷമാണ് കലേന്ദ്രനെ കാണാനാകുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചില ദളിത് സംഘടനകൾ തുടക്കത്തിൽ കേസിൽ ബന്ധുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ളവ നടത്തിയത്. കലേന്ദ്രൻ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തുമ്പ് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും നാട്ടുകാരും. നാട്ടുവാർത്ത, അഞ്ചൽ.